ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ലൂട്ടലിൽ സോനനെ കാണാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോയും അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ലൂട്ടനിൽ പോവാണ് സോനനെ കാണാനായിട്ട്. പക്ഷേ സോനയ്ക്ക് ഈ വിവരം അറിയത്തില്ല. നാളെ അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്കൊരു സർപ്രൈസായിട്ട് പോവാനായിട്ട് പോവാണ്. അപ്പോൾ ഞാനും മരിയയും കൂടിയാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനൊക്കെ നടത്തിയിട്ടുള്ളത്. ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മളിങ്ങനെ നാട്ടിലാണെങ്കിൽ നമ്മളിങ്ങനെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ. അതുപോലെയാണ് എനിക്കിപ്പോൾ സോനനെ കാണാൻ പോകുമ്പോഴുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ. സോ വിനോദ് ഉണ്ട്, ഞങ്ങൾ റെഡിയാവാൻ പോവാണ്. അപ്പോൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ട് ബാക്കി വിശേഷം. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയത് സോനയ്ക്ക് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട്. ഒന്നും മേടിച്ചല്ല, പെട്ടെന്നായതുകൊണ്ട് തന്നെ ഇന്നാണ് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചത്. സോ വിനു, സോനയുടെ ബർത്ത്ഡേ ആയിട്ട് എന്താണ് പറയാനുള്ളത്? ഓ, നല്ല ഐഡിയ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സാധനം മേടിക്കാനായിട്ട്, സാധനം എന്ന് പറഞ്ഞാൽ എന്താണ് മേടിക്കാൻ ഉദ്ദേശിക്കണേന്ന് പോലും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും മേടിക്കണം. അവൾക്ക് ഇഷ്ടപ്പെടാന്നുള്ളത് ഡ്രസ്സും അങ്ങനത്തെ സാധനങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സോ അല്ലെങ്കിൽ വല്ല ഷൂവോ അങ്ങനെ എന്തെങ്കിലും നോക്കണം. അപ്പോൾ അതിന് വേണ്ടി പെട്ടെന്ന് ഇറങ്ങിയേക്കുവാണ്. നമുക്ക് 4:30-ക്കെങ്കിലും വിക്ടോറിയയിൽ എത്തിയാലാണ് ലൂട്ടലിൽ കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റുള്ളൂ. സോ എന്തായാലും നമ്മളായതുകൊണ്ട് എന്തായാലും എത്താൻ ചാൻസ് ഇല്ല, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. നമ്മളിപ്പോൾ ഈസ്റ്റ് ഹാമിലുള്ളത്. അപ്പോൾ നമ്മളിത് ഈ ഒരു ഷൂ ആണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഫിലയുടെയാണ്. അപ്പോൾ ഒട്ടും സമയമില്ല, ഭയങ്കര. ഇപ്പോൾ എത്ര മണി സമയം? 4 മണി 5 മണി അങ്ങനെ പറയില്ലേ? അല്ല 4 മണി അങ്ങനെ പറയും, 4:30. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിക്ടോറിയ എത്തണം. അപ്പോൾ ഞാനിത് എന്തായാലും എടുക്കാൻ പോവാണ്. വേഗം പോവാം. മൊത്തം റെഡിയായി വന്നപ്പോൾ 6 മണിയായിട്ടുണ്ട്. ഇനി എപ്പോൾ അവിടെ എത്തുന്ന ഒരു ഐഡിയ ഇല്ല. നമ്മൾ മൊത്തം റെഡിയായി, മൊത്തം സെറ്റായിട്ടാണ് പോകുന്നത്. കാരണം ലൂട്ടലിൽ ഇതിലും തണുപ്പുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഓൾ സെറ്റാണ്. ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. ഇനി എപ്പോൾ എത്തുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും 8 മണി കഴിയും. 7 മണിക്ക് എത്തണം എന്ന് വിചാരിച്ചതാണ്. കുഴപ്പമില്ല. ഞങ്ങളൊരു 7 മണിയായപ്പോൾ വിക്ടോറിയയിലെത്തി. അവിടെ നിന്ന് വേഗം ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഗ്രീൻ ലൈൻ കയറി. നമുക്ക് വിക്ടോറിയയിൽ നിന്ന് ലൂട്ടലിലേക്ക് ഒരു 1.25 മണിക്കൂറുണ്ട് യാത്ര. ലൂട്ടൻ ഇൻ്റർചേഞ്ചിലാണ് നമ്മൾ ഇറങ്ങിയത്. അവിടെ നിന്ന് ഒരു 15 മിനിറ്റ്സാണ് സോൻ്റെ വീട്ടിലേക്കുള്ളത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഇൻ്റർചേഞ്ചിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ആഷിയും മരിയയും കൂടി കാറിൽ വന്ന് പിക്ക് ചെയ്തു. അങ്ങനെ നൈറ്റ് 9 മണിയായപ്പോൾ നമ്മൾ ലൂട്ടൽ അവരുടെ വീട്ടിലെത്തി. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു നേരിൽ കണ്ടപ്പോൾ. 1 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളുടെ ബർത്ത്ഡേ ദിവസം തന്നെ നമുക്കിങ്ങനെ വരാൻ പറ്റിയതിലും അവൾക്കിങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയതിലൊക്കെ ഞാൻ ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവായിരുന്നു. അപ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവളുടെ ചുറ്റുമുള്ള ആൾക്കാർ അവളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു എഫേർട്ടായിരുന്നു. അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ലൂട്ടലുണ്ട്. അവരെല്ലാവരും അവളെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കാനും അവളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുമായിരുന്നു. Happy birthday dear Sona, happy birthday to you. ചൊല കുട്ടിയുടെ പറഞ്ഞേ ഹാപ്പി ബർത്ത്ഡേ. നാട്ടിലെ ബെസ്റ്റ് ഫ്രണ്ട്. നാട്ടിലെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നാട്ടിലത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്.
അവളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യാറുള്ളതാണ്. എനിക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര പ്രഷ്യസ് ആണ്. സുഖമായിട്ടിരിക്കണം. കുറെ നാളുകൾക്ക് ശേഷം, ഒരു വർഷത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടി സർപ്രൈസ് ആയിക്കോട്ടെ. സർപ്രൈസ് ആയില്ല ഇവള്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഓൾറെഡി അറിഞ്ഞു. ഞാനതിന് വർക്കിൽ ഇത്ര ഫോട്ടോ അയച്ചു കൊടുത്തു. മാനേജേഴ്സ് ഉണ്ടാവുന്ന വീഡിയോ കോൾ ചെയ്യണേ. ഞാൻ കട്ട് ചെയ്തു. പിന്നെ എടുക്കണോ ഞാൻ? പിന്നെ ഓഫ് ഉള്ളോണ്ട് മാത്രം വന്നാണ്. അല്ലെങ്കിൽ വരാൻ പറ്റില്ല. കാരണം ലീവ് എടുക്കാനായിട്ട് എന്തായാലും പറ്റില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ലല്ലേ? പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വന്നപ്പോ തന്നെ ആള് ഹാപ്പി ആയിട്ടുണ്ടാവും. എന്ത് ചെയ്യാനാ? തുറക്ക് മരിയ. ഇങ്ങോട്ട് നോക്കൂ. ആണോ? അയ്യോ ദേഷ്യൂ എന്നൊക്കെ പോയിട്ട് ഇഷ്ടപ്പെട്ടോടി. പുള്ളിയാണ് വാങ്ങിച്ചത്, ഞാനല്ല. ഹാപ്പി അല്ലേ സോന? കൊള്ളാം. ഇനി ഉമ്മിതൊന്നുമല്ലേ? മരിയ എടുത്തത് കൊള്ളാം. മരിയ കുടിക്കുക. ഗിഫ്റ്റ് തന്ന മമ്മീനോട് 2 വാക്ക്. സ്നേഹം മാത്രം. ഒരു മോളുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ മോക്ക് വേണ്ടി അച്ഛൻ കൊടുത്ത ഗിഫ്റ്റ്. പറ്റില്ലല്ലോ. ഇവിടെ സോന ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ കണ്ടിട്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടായിരുന്നു. കാരണം ഞാൻ ശരിക്കും എപ്പോഴും ആലോചിക്കാറുണ്ടോ, അയ്യോ അവൾ അവിടെ ഒറ്റക്കാണല്ലോ എന്നുള്ളത് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഇത് കണ്ടപ്പോൾ, കാരണം ഒരുപാട് ഫ്രണ്ട്സ് അവൾക്ക് എന്തൊരാവശ്യം ഉണ്ടെങ്കിലും ഓടിയെത്താനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഹാപ്പിയായി. അങ്ങനെ എല്ലാ കോലാഹലങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ മാത്രമായി. ഇവിടെ മരിയ കിടന്നുറങ്ങുന്നുണ്ട്. ഉറങ്ങുന്നില്ല, അവള് ടയേർഡായി. എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ? സൂപ്പർ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാ ഇപ്പോഴും മാറിയിട്ടില്ല. ഇതിന്റെ പുറകിലായിട്ടിരിക്കണവരാ. നല്ല രസമുണ്ടായിരുന്നു. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്രയും ആൾക്കാരെ കാണുന്നത്. ഇപ്പൊ ഭയങ്കര സന്തോഷമായി. എല്ലാവരും പോയി. ഇപ്പൊ ഞങ്ങൾ മാത്രമായി. വിനുവൊക്കെ നല്ല ഉറക്കമായിട്ടുണ്ട്. ഇനിയിപ്പോ ഞങ്ങൾ ടയേർഡായി. അല്ല ഞാൻ ശരിക്കും സർപ്രൈസ് ആയിട്ട് വരാം എന്ന് വെച്ചാൽ എനിക്ക് ഓഫ് കിട്ടാറില്ല. സാധാരണ വെനസ്ഡേയും തേഴ്സ്ഡേയും മാത്രമാണ് എനിക്ക് ഓഫ് കിട്ടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇല്ല, ഓഫില്ലല്ലോ, അപ്പോൾ വരണ്ട, കുഴപ്പമില്ല, പോട്ടെ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ട്യൂസ്ഡേയും കൂടി ഓഫ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ സർപ്രൈസ് ആയിട്ട് ചെല്ലാം. അങ്ങനെ ഞാൻ മരിയനൊക്കെ വിളിച്ച് സെറ്റാക്കി എല്ലാം ആക്കിയപ്പോൾ ഇവള് അത് നശിപ്പിച്ച്. എന്റെ പൊന്നുമോളെ നിനക്ക് സന്തോഷിക്കാൻ വേണ്ടി ഇടക്കിടക്ക് ചോദിക്കണുണ്ട്, നീ എവിടാ, ഇപ്പൊ എവിടെയാ, എന്ത് ചെയ്യാൻ. ഞാൻ ഇടക്കിടക്ക് ചോദിക്കാറുള്ള കാര്യല്ലേ? ഡെയിലി ചോദിക്കാറില്ല, താൻ വല്ലപ്പോഴും ചോദിക്കാറുള്ളൂ. ഓഫ് കിട്ടിയതിന് ശേഷം ഞാൻ ഇടക്കിടക്ക് ചോദിച്ചു എവിടെയാണ്. ഇവള് മരിയയുടെ കൂടെ ഇല്ലാത്ത സമയത്താണല്ലോ എനിക്ക് ചോദിക്കാൻ പറ്റുക. ചാൻസ് ഉണ്ട് വരാൻ. പിന്നെ ഞാൻ മരിയന ഇവളെന്ന് പറഞ്ഞ ചക്കരയും അടയുമാണ്, അതുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് മരിയനെ വിളിച്ചാൽ സോന അറിയും. ആ സെറ്റപ്പ് ആയി പോയി. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അത് വീഡിയോ കാണുമ്പോ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ആ ഒരു എക്സ്പ്രഷൻ, റിയാക്ഷൻ ഒന്നും ഇല്ല. വന്നല്ലേ ഒരു സൈഡിലോട്ട് മാറിക്ക്. ആ സെറ്റപ്പ് ആയിരുന്നു. എന്തായാലും കാണണമെന്നുണ്ടായിരുന്നു. 1 വർഷത്തിന് ശേഷം വീണ്ടും കണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് വരിക നമുക്ക് അല്ലേ? ആവശ്യമില്ല.
പിറ്റേ ദിവസം ഞങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് വീട്ടിൽ തന്നെയായിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞു, അമ്മയൊക്കെ ആയിട്ടിരുന്ന് കളിക്കായിരുന്നു ഞങ്ങൾ. മരിയയും അമ്മും സൂപ്പറായിരുന്നു. അവർ രണ്ടുപേർക്കും ഒരേ വൈബായതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. മരിയ സോനയുടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ്. ഞാൻ പറയുന്നത് അവരെ അടയും ചക്കരയും എന്നാണ്. കാരണം അത്രയും കണക്റ്റഡാണ് അവർ. ശരിക്കും സോനയും മരിയയും അവർ രണ്ടുപേരും ചേർന്നാലാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കോംബോ. സോന കാരണമാണ് ഞാൻ മരിയനെ പരിചയപ്പെടുന്നത്. അപ്പോൾ മരിയയും ഞാനാണെങ്കിലും ഇപ്പോൾ നല്ല കമ്പനിയാണ്. നല്ല രസമാണ്. ഞങ്ങളെല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. My turn. It's Daddy's turn. Everybody, no, don't say me. Okay. Just only put your hand up. It's your turn. I won. You have to only put your hand up. Answer. Okay, so I don't need to open my mouth. Okay, zip my mouth and lock it and put the key in my pocket. All right? Get your sticker. Thank you. Please, teacher. Thank you. I got it. Don't tell like that, teacher. You are a rude teacher. I'm going to complain. Thank you. Students, stop. Okay. പിന്നെ പറയേണ്ടത് ചേട്ടനെ പറ്റിയിട്ടാണ്. എപ്പോഴും സോന ചേട്ടനെ പറ്റിയിട്ട് പറയുമായിരുന്നു. ചേട്ടനെ പറ്റിയിട്ടും ചേച്ചീനെ പറ്റിയിട്ടും അമ്മൂനെ പറ്റിയിട്ടും. നമ്മളപ്പോൾ ചേട്ടനെ മാത്രമേ കണ്ടുള്ളൂ. ചേച്ചി മാഞ്ചസ്റ്ററിലാണ്. അപ്പോൾ ചേട്ടനും അമ്മും നല്ല കമ്പനിയായിരുന്നു. ചേട്ടനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞൊരു അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പറഞ്ഞതിനേക്കാൾ സൂപ്പറായിരുന്നു ചേട്ടൻ. ചേച്ചീനെ കാണാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. ഇനി അടുത്ത വരവിൽ എന്തായാലും ചേച്ചി ഉള്ളൊരു ടൈമിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചീനെയും അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. தம்பி அடுத்த வீடியோ ரெண்டு வார்த்தை பேசுங்கோ தமிழ்ல. என்ன சொல்ற தம்பி? நீ சொல்றா? நான் ரொம்ப உஷாரா இருக்கேன். நீங்க சேட்டன் ஹாலிடே, எஸ் 1 month ஹாலிடே. ஆனா அதுல எனக்கு நல்ல நல்ல தம்பிங்களாம் கிட்டி. அவன் ஒரு தம்பி கிட்டி, நீ ஒரு தம்பி கிட்டி, நல்ல நல்ல தம்பிங்களாம் கிட்டி. I'm happy. ചേട്ടൻ്റെ ഏറ്റവും വലിയ തങ്കച്ചി ആരാ? നല്ല തങ്കച്ചി ஏன் நல்ல தங்கச்சின்னு பார்த்தோன்னு வச்சுக்கேன். ദൃശ്യ. വൈശാഖസന്ധേ നിൻ ചുണ്ടിലെന്തേ കാന്തിയോ. ഓക്കെ. ഏകത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോരും അഴകിന്നഴകേ. അന്നത്തെ ദിവസം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പാട്ടൊക്കെ പാടി ഒരു ഹൊറർ മൂവിയൊക്കെ കണ്ടിട്ട് നമ്മൾ വേഗം കിടന്നുറങ്ങി. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ ഒരു റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാൻസ് പ്രാക്ടീസൊക്കെ ആയിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് വലിയ പ്ലാനിങ്സോ പുറത്ത് പോവുക അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിലിരുന്ന് കൂടുതൽ സമയം നമ്മളൊരു വർത്തമാനം പറയുക അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ടൈം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇത്. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു ഫീലിങ്സ് നമുക്കുണ്ട്. 1 2 3 start 1 2 3 4 5 6 7 ചേട്ടാവും പോறாங்க. ബൈ சொல்லு. ഞങ്ങൾ പോവാൻ പോയാണ്. എല്ലാം കഴിഞ്ഞു. വാ ചേച്ചി ചേട്ടൻ ബൈ சொல்லு. പോ പോறாங்க. ஊருக்கு போறாங்க. ஓகே ബൈ சொல்லு. ബൈ சொல்லு. ബൈ. ഭയങ്കര ഹാപ്പി ആയി ചേട്ടാ. ഭയങ്കര ഹാപ്പി. താങ്ക്സ് ഫോർ കമ്മിങ്. കീപ് വിസിറ്റിംഗ് us. അപ്പൊ നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോണേ? ഫുഡ് കഴിക്കാൻ പോയിട്ട് നേരെ ഞങ്ങള് ലണ്ടൻ. അങ്ങനെ ഞങ്ങൾ ചായലിംഗ് എന്ന് പറയുന്ന ലൂട്ടലിലെ ഒരു മലയാളി റെസ്റ്റോറൻറ്റിലായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു. അൽഫാം മന്തിയും ബീഫ് ബിരിയാണിയൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ ലൂട്ടൻ മോളൊക്കെ ഒന്ന് കറങ്ങി. അവിടെ ഒരു ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. ശരിക്കും വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായേനെ ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾക്കിപ്പോൾ കിട്ടിയ ഈ ഒരു മെമ്മറീസ് അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു. നമ്മൾ 5 ദിവസവും കണ്ടിന്യൂസ് വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു 2 ദിവസം കിട്ടുമ്പോൾ തന്നെ നമ്മൾ നല്ലോണം റിലാക്സ്ഡ് ആവും. അത് ശരിക്കും നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂടാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ബൈ ബൈ പറയുന്നത്. ഓരോ പ്രാവശ്യം സോനേനെ കാണാൻ ലൂട്ടലിൽ വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ വരവിന് ചേട്ടൻ്റെ ഫാമിലി, ബെനു, ആഷി, ഡോണൽ അങ്ങനെ
കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. ഞാൻ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബ്രേക്കൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടാനായിട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.